ഒരു ഡൗൺവേർഡ് ബെയർ അറ്റാക്ക് കുറച്ചും കൂടെ ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക് ഗോ ചാർട്ടിംഗ് 5 പൈസ പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ല ബിഗ് ബെയർ ഡേ ആയിരുന്നു നിഫ്റ്റി. ഇന്ന് അടിപൊളി അഡാറ് ഡൗൺ ഡേ ആയിരുന്നു. ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ, ഒരു ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് ആയിട്ടാണ് മാർക്കറ്റ് വന്നത്. ഹെവി സെല്ലിംഗ് വന്നു. എക്സ്പയറി ഡേ നല്ല കളറാക്കി. 23,500 പുട്ടൊക്കെ നല്ല പടയെന്നൊക്കെയാണ് മൂവ്മെന്റ് വന്നത്. കിഡിലൻ ട്രേഡ് കിട്ടിയെന്നൊക്കെ പല ആൾക്കാർ പറഞ്ഞു. തിരിച്ച് ആ സ്പൈക്കൊക്കെ ക്ലോസ് ചെയ്ത് മാർക്കറ്റ് വാല്യൂയുടെ ലോയുടെ ഭാഗത്തൊക്കെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ഒരു ഡേഞ്ചറസ് ക്ലോസിംഗ് ആണ് നിഫ്റ്റിയിലുള്ളത്. വളരെ ഡേഞ്ചറസ് ക്ലോസിംഗ് ആണ് നിഫ്റ്റിയിൽ എനിക്ക് പറയാനുള്ളത്. അത് കൃത്യമായി ഓർത്തു വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും. കാരണം നമ്മൾ എവിടെ പൊട്ടി? ഈ ഒരു 23,544 എന്ന് പറഞ്ഞാൽ നമ്മുടെ 13 ഏപ്രിലിന്റെ ലോ പൊട്ടിയിട്ടാണ് നിഫ്റ്റി താഴേക്ക് വന്നത്. അപ്പം നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ഡേഞ്ചറസ് ക്ലോസിംഗ് ആണ് വന്നേക്കുന്നത്. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു 23,153 എന്ന് പറഞ്ഞാൽ ഈ 7th ഏപ്രിലിന്റെ POCയുടെ ഭാഗം, POC അല്ല, ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതും പൊട്ടിയാൽ 22,958 അഥവാ 23,000 എന്ന് പറഞ്ഞ ആ ഒരു ബെൽറ്റിന്റെ ഭാഗത്തേക്ക് കിടന്ന് കളിക്കാനുള്ള ചാൻസും നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു ഡൗൺവേർഡ് ബെയർ അറ്റാക്ക് കുറച്ചും കൂടെ ഉണ്ട്. ഞാൻ ഈ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും നിഫ്റ്റി 23,339 ഭാഗത്ത് നിൽക്കുന്നു. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു 130 പോയിന്റോളം നമ്മൾ മൈനസിലാണ് നിൽക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നാളെ മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ യൂഷ്വലി അത് സെല്ലിങ്ങിന്റെ ഭാഗത്തേക്ക് പ്രിസൈസ്ലി പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇപ്പൊ സോഫാർ ഞാൻ 366 ഭാഗത്തേക്ക് ഒരു സപ്പോർട്ട് ഞാൻ ആക്ട് ചെയ്ത് കൃത്യമായിട്ട് കാണുന്നുണ്ട്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇനി സെല്ലിംഗ് എടുക്കുന്നത് ഈ വാല്യൂ ഏരിയല്ലോ 23,273 പൊട്ടി, അല്ലെങ്കിൽ 366 പൊട്ടയാണ്, 307 പൊട്ടയാണെങ്കിൽ മാത്രമേ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അപ്പം കൃത്യമായി ഞാൻ മാറ്റി വെച്ചേക്കാം. സോ നമുക്ക് നമ്മുടെ ലെവൽ ട്രേഡിംഗ് പ്രകാരം നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. നമ്മുടെ 5 മിനിറ്റ് ചാർട്ട് എടുക്കുമ്പോൾ ഞാൻ ലെവൽ ട്രേഡിംഗ് നിങ്ങൾക്ക് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി കുറച്ചും കൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ലെവൽ ട്രേഡിങ്ങിന് താഴേക്കാണ് ആശാൻ ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് വന്ന് ഫസ്റ്റ് ആഗിന് താഴെ ഓപ്പൺ ചെയ്തു, സെക്കൻഡ് ആഗ് തേർഡ് ആഗ് താഴേക്ക് ഇറങ്ങി ഇങ്ങനെ ഇങ്ങനെ താഴേക്ക് അങ്ങ് പോയി. ഒരു ഇറക്കം വന്ന് താഴേക്ക് ഇറങ്ങി പോയൊരു ഇതായിരുന്നു. നമ്മളൊരു അല്ലു അർജുൻ കാണിക്കുന്ന പോലെ ഒരു ഇറക്കം വന്ന് താഴേക്ക് ഇറങ്ങി പോയായിരുന്നു. ലാസ്റ്റ് മിനിറ്റിൽ ചെറിയ സ്പൈക്ക് ഒക്കെ ബൈയിങ് ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും കാര്യമില്ല. നമ്മുടെ POC ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. നമ്മുടെ POC വന്നിരിക്കുന്നത് 23,570 ഭാഗത്തേക്കാണ് POC. ഞാൻ ആ 570 ഭാഗത്തേക്ക് 23,571 ഭാഗത്തേക്ക് ഞാൻ ആ POC ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഞാൻ എടുക്കുന്ന 23,366, 23,366 താഴെ മാത്രമേ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് 23,300, 23,300 ഭാഗത്ത് 23,300 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ 23,250 ഭാഗത്ത് 23,250, 23,250 ഭാഗത്തേക്ക് വരാനും. തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പിന്റെ ഏരിയ, അല്ലെങ്കിൽ 23,190, 23,190 ഭാഗത്തേക്ക്, എത്രയാണ് 23,190 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ കൂടുതൽ. അതാണ് എനിക്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാൻ ഡൗൺവേർഡ് റെഫറൻസ് ലെവലുകൾ. അപ്പോൾ എടുക്കണമെങ്കിൽ ഞാൻ ഇനി 23,681 പഴയ ഒരു വാല്യൂ ഏരിയ ഇതാണ് 23,681, 23,681 ഭാഗം മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ബൈ ഫസ്റ്റ് നമ്മളെ സംബന്ധിച്ച് 23,740, എത്രയാണ് 23,740, 730 ഭാഗത്തേക്ക് പോവാം. ഓപ്പൺ പ്രൈസിന്റെ ഭാഗത്തേക്ക് പോവാം. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 23,785 എന്ന് പറഞ്ഞാൽ നമ്മളെ ഗ്യാപ്പ് 23,785 എന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്യാപ്പ് ഉണ്ടോ, ഈ ഗ്യാപ്പിന്റെ ഭാഗത്തേക്ക് വരാനും. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 23,868 ഭാഗത്തേക്ക്, എത്ര 23,860, ഇന്നലത്തെ വാല്യൂ ഏരിയ ലോയുടെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസും കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ ഇതാണ് നിഫ്റ്റിയുടെ സംബന്ധിച്ചുള്ള നമ്മുടെ ഡൗൺവേർഡ് റെഫറൻസ് ലെവലും അപ്വേർഡ് റെഫറൻസ് ലെവലും. 23,366 പൊട്ടയാണെങ്കിൽ വീണ്ടും സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അത് ഈ 190 വരെ പോകാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച് ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് ആയിരുന്നു. നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിട്ടാണ് നിഫ്റ്റി വന്നിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി
ബാങ്ക് നിഫ്റ്റി നമ്മുടെ റഫറൻസ് ലെവലെല്ലാം പൊട്ടി താഴേക്ക് വന്നു. എല്ലാം പ്രത്യേകിച്ച് പറഞ്ഞാൽ ബെയറിഷ് റഫറൻസിന്റെ ഭാഗത്ത് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നു. പക്ഷേ നെക്സ്റ്റ് ക്യാൻഡിൽ ആ എൻട്രി ട്രിഗറായി താഴേക്ക് ഇറങ്ങി വന്ന ഒരു കിടിലൻ ഡൗണിംഗ് ഡേ ആയിരുന്നു. നമ്മളെ റഫറൻസ് ലെവലാണ് ട്രിഗർ ടാർഗറ്റ് കിട്ടി. ബാങ്ക് നിഫ്റ്റി ഒരു ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച് OA ആയിരുന്നു. ഇന്നലത്തെ ഗ്യാപ്പ് ഒക്കെ ഫില്ല് ചെയ്തിട്ടാണ് ആശം താഴേക്ക് അടിച്ചത്. അത് നല്ലൊരു പോസിറ്റീവായ കാര്യമാണ്. സോ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക അപ്സൈഡിൽ ബാങ്ക് നിഫ്റ്റിക്ക് ഇല്ല. സോ 53,714 ഭാഗത്തേക്ക് ഞാൻ ആ POC കൊണ്ടുവന്നു. 53,714 ഭാഗത്തേക്ക് ആ POC കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി 53,489 53,489 പൊട്ടയാണെങ്കിൽ മാത്രമേ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. അങ്ങനെ ആണെങ്കിൽ ആ സെല്ലിങ് ഇങ്ങോട്ട് പോവാം. കൃത്യമായി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 53,300 ഭാഗത്തേക്ക് എത്രയാണ് 53,300 ഭാഗത്തേക്ക് വരാനും 300 അത് ഫസ്റ്റ് ടാർഗറ്റ് അതായിരിക്കും. സെക്കൻഡ് ടാർഗറ്റ് 53,052 53,052 53,052 ഭാഗത്തേക്ക് വരാനും അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്തത് 52,800 ഭാഗത്തേക്ക് അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 52,800 വരെ വരാൻ ചാൻസ് ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ 53,052 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 52,800 വരെ വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. ഇതാണ് എനിക്ക് ബാങ്ക് നിഫ്റ്റി റെഫറൻസിലായിട്ട് പറയാനുള്ളത്. ഇനി അപ്വേർഡ് ജേർണി എന്ന് പറയുമ്പോൾ ഇനി എടുക്കുന്നത് ഈ 54,486 മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈ എടുക്കുന്നുള്ളൂ. എത്രയാണ് 54,486 മുകളിൽ മാത്രമേ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് 54,600 ഭാഗത്തേക്ക് എത്രയാണ് 54,600 ഭാഗത്തേക്ക് വരാം. നമ്മൾ ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. അതിന് മുകളിൽ അടുത്തതെന്ന് പറഞ്ഞാൽ 54,810 എത്രയാണ് ഇന്നലത്തെ POC 54,810 ഭാഗത്തേക്കും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 54,900 ഇന്നലത്തെ വാല്യൂ ഏരിയ ഹൈ 54,985 ഭാഗത്തേക്ക്. ഇതാണ് എനിക്ക് അപ്പോഴ് റെഫറൻസ് ലെവലായിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് പറയാനുള്ള റെഫറൻസ് ലെവല്. കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് മിഡ് ക്യാപ്പ്. ഒരു മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഒരു ട്രെൻഡിങ് ഡൗൺ ഡേ ആണ്. ഒരു ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് ട്രെൻഡ് ഡൗൺ ആയിട്ട് വന്നു. സ്പൈക്കോട് കൂടിയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. 14,100 നമ്മളെ റെഫറൻസ് ലെവലൊക്കെ ഇന്ന് ബെയറിഷ് റെഫറൻസ് പൊട്ടി ട്രേഡ് കിട്ടിയ ഒരു മിഡ് ക്യാപ്പിൽ നല്ല ട്രേഡ്സിലൊക്കെ സുഖമായിട്ട് കിട്ടി. ഈ അല്ലുജിന്റെ ആ ഒരു ഇറക്കം മിഡ് ക്യാപ്പിലും കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. സോ POC 54,159 ഭാഗത്ത് 14,159 ഭാഗത്തേക്ക് POC ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ 13,927 താഴെ മാത്രമേ സെല്ലിംഗ് അത്രയാണ് 13,927 താഴെ മാത്രമേ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അത് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 13,865 എത്രയാണ് 13,865 13,865 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 13,810 ഭാഗത്തേക്കും. തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 13,750 എത്രയാണ് 13,750 13,750 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഡൗൺവേർഡ് റെഫറൻസ് ലെവൽ ഉള്ളത് പറയാനുള്ളത്. ഇനി ബൈയിങ് എന്ന് പറഞ്ഞാൽ 14,255 ഇന്നത്തെ വാല്യൂ ഏരിയ ഹൈക്ക് മുകളിൽ മാത്രമേ ഞാനൊരു ബൈ എടുക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഓപ്പണിംഗ് പ്രൈസ് ആയ 14,300 ഭാഗത്തേക്ക് പോവാം. ഫസ്റ്റ് അവിടെ ആയിരിക്കും. സെക്കൻഡ് 14,300 ഇന്നത്തെ വാല്യൂ ഏരിയ അല്ല POC 14,362 ഭാഗത്തേക്ക് വരാനും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നലത്തെ വാല്യൂ ഹൈ ആയ 14,400 എത്രയാണ് 14,400 POC ഇല്ല ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. അത് പൊട്ടിയപ്പോഴാണ് മാർക്കറ്റ് താഴേക്ക് അടിച്ചത്. 14,400 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഇതാണ് എനിക്ക് മിഡ് ക്യാപ്പിനെ കുറിച്ചും പറയാനുള്ള റെഫറൻസ് ലെവല്. സോ മിഡ് ക്യാപ്പ് ഒരു ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് ട്രെൻഡ് ഡൗൺ ഡേ ആണ്. POC താഴേക്ക് മാറിയിട്ടില്ല. ബാങ്ക് നിഫ്റ്റി ഒരു ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച് ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ POCയുടെ തന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നു. നിഫ്റ്റി ഒരു ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച് ആയിരുന്നു. പിന്നെ ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് ആയിട്ട് മാറി നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. POC മെർജ് ആയിട്ടില്ല. സോ ഈ POCയുടെ ഭാഗത്തേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് ഒരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിൽ വരും. അത് വീണ്ടും ആക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇന്നത്തെ ഹൈ ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇനി മുകളിലോട്ട് പോകാനുള്ള ചാൻസും വളരെയധികം കൂടുതലായിരിക്കും. ഇതാണ് എനിക്ക് പൊതുവെ മാർക്കറ്റിനെ കുറിച്ച് പറയാനുള്ള ഒരു കാര്യം. നമ്മുടെ മെയ് മാസത്തിൽ വരുന്ന പുതിയ മെന്ററിംഗ് ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള സീറ്റ് ഇനി വളരെ കുറവാണ്. 4-5 സീറ്റ് മാത്രമേ ലഭിച്ചുള്ളൂ. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തമ്മിൽ കാണിച്ച നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട്സിന്റെ വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ഹാപ്പി ട്രേഡിംഗ്, ഹാപ്പി ഡേ.